ഇന്നലത്തെ ചോറും കുറച്ച് ബാക്കി വന്നു. ഇവിടെയാണെങ്കിൽ കുറിക്കാനൊന്നും ബാക്കിയുമില്ല. ഞാനിവിടെ കൊണ്ടാട്ടം ഉണക്കാനിരുന്ന് കണ്ടിട്ട് ഈ പുള്ളിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരേ വായ നോട്ടം. ഇത് ഉണക്ക മീനെല്ലാം ഇഷ്ടം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്കൂൾ അംഗം വെട്ട് തുടങ്ങാം. അംഗം വെട്ടാൻ നമ്മൾ തുടങ്ങിയതും ഇതാ ബപ്പു ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെല്ലാം ശടപടയിന്നായിരുന്നു. കുട്ടിയെല്ലാ പ്രഭാത കർമ്മങ്ങളും കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നു. സ്കൂൾ വാൻ വരുന്നു. സ്കൂൾ വാനിൽ കയറി പോകുന്നു. വാവ്, ബ്യൂട്ടിഫുൾ. ഈ പറഞ്ഞ അത്ര സ്മൂത്ത് അല്ലായിരുന്നെങ്കിലും അവനെ എന്തായാലും സ്കൂളിൽ പറഞ്ഞയച്ച സ്ഥിതിക്ക് നമ്മുടെ ക്രാഫ്റ്റിലേക്ക് ഇരിക്കാം. നമ്മുടെ കാർഡ്ബോർഡ് ആർട്ട് സീരീസിന്റെ 24ാമത്തെ എപ്പിസോഡും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ബേസ്ഡ് ആണ്. നിങ്ങൾ കമന്റ് സെക്ഷനിൽ അടുത്തത് എന്താ ഉണ്ടാക്കണ്ടേന്ന് പറയുന്നത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. ഇനി എന്താ ഉണ്ടാക്കണ്ടേന്ന് കമന്റ് ഇടുവോ? ചിത്രശലഭം ബട്ടർഫ്ലൈ എന്നാണ്. ബട്ടർ എടുക്കുക, ചിത്രപ്പുഴു പോലെ വെക്കണ്ടേ? തലയത്തെ ഇവിടെ ഇത് പ്യൂപ്പ തള്ളച്ചയായതാണോ? ഇതിങ്ങനെയാണോ തേൻ കുടിക്ക? പൂമ്പാറ്റേന്റെ മൂക്ക് എവിടെ ഉണ്ടാവുക? ഇവിടെ വായന്റെ താഴെയാ? വായന്റെ താഴെയാ നിന്റെ മൂക്ക്? വായന്റെ ആ, വായന്റെ മുകളില്. ആ, വൈകുന്നേരം നമ്മൾ ഇവിടെ അടുത്തന്നെയുള്ള ഒരു മോളിലേക്ക് തെണ്ടാൻ ഇറങ്ങിയേ. എനിക്ക് തെണ്ടലാണ് മെയിൻ അജണ്ടയെങ്കിലും ഒരു ആമസോൺ ഫയർ സ്റ്റിക്ക് വാങ്ങാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ഇലക്ട്രോണിക്സ് കടകളായ കടകളിലൊക്കെ തെണ്ടി ഇറങ്ങി. സെയിൽസ്മാന്റെ പ്രാക്കും വാങ്ങി കൂട്ടി ഒന്നും വാങ്ങാണ്ട് തിരിച്ചിറങ്ങി. മോളിലൊന്നും വാങ്ങാത്ത സ്ഥിതിക്ക് വരുന്ന വഴിക്ക് ഓരോ ജ്യൂസ് അടിച്ച് കളയാൻ തീരുമാനിച്ചു. ജ്യൂസ് കടക്കാരനൊന്നും അവനെ എടുക്കാൻ നോക്കിയാണ്, പക്ഷെ അത് അങ്ങോട്ട് ഒത്തില്ല. അപ്പൊ ബൈ.